ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചോറ്റാനിക്കരയാണ്. ചോറ്റാനിക്കര എൻ്റെ വീടിൻ്റെ റൂഫിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എന്താ സംഭവം എന്നുള്ളത്. ആക്ച്വലി ഇതൊരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റമാണ്. 1 കിലോവാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഞാൻ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. ഞാൻ യൂട്യൂബ് വീഡിയോസും എല്ലാം നോക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ 1 ഇയറായി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതെനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കിപ്പം ഡെയിലി ഒരു 1 യൂണിറ്റ് അല്ലെ 1.5 നിയർലി 2 യൂണിറ്റ്സിനടുത്ത് പ്രൊഡക്ഷൻ ഉണ്ട്. 1 യൂണിറ്റ് എന്തായാലും കിട്ടും, മഴയാണെങ്കിൽ തന്നെ കിട്ടുന്നുണ്ട്. മഴ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 2 യൂണിറ്റ്സോളം പ്രൊഡക്ഷൻ ഉണ്ട്. ഈ കാണുന്നതാണ് ആ സിസ്റ്റം. ഇത് വന്നിട്ട് 1 കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് ലൂം സോളാറിൻ്റെ സൈറ്റിൽ നിന്നാണ്. ഞാൻ ആ ഡീറ്റെയിൽസ് ഫുള്ളായി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് ആൻസർ ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങളെന്ന് ഉദ്ദേശിച്ചത് ആക്ച്വലി എൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും അല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വയറിങ്ങും ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ വയറിംഗ് ഒക്കെ കുറച്ച് എക്സ്പോസ്ഡ് ആയിരിക്കും, അതാണ് ഉദ്ദേശിച്ചത്. ബാക്കി വർക്കിംഗ് കണ്ടീഷൻ പെർഫെക്റ്റ്ലി വർക്കിംഗ് കണ്ടീഷനിലാണ്. ആക്ച്വലി ഇത് ഡെയിലി എനിക്ക് 2 യൂണിറ്റോളം എനിക്ക് ഇതിന് ഡെയിലി പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ ആയിട്ടുണ്ടല്ലോ, നമുക്ക് പാനൽസിനെ കുറിച്ച് മനസ്സിലാക്കണം. നമുക്ക് ആക്ച്വലി വരുന്നത് 2 ടൈപ്പ് പാനൽസ് ആയിരുന്നു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് 2 ടൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വന്നിട്ട് പോളി ക്രിസ്റ്റലൈനും മോണോ ക്രിസ്റ്റലൈനും, ഈ 2 ടൈപ്പാണ് ഉള്ളത്. ഇപ്പോൾ ആക്ച്വലി പല പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും ബേസിക്കലി ഇത് 2 പ്രിൻസിപ്പിൾസ്, അതായത് മോണോ പെർക്കും അല്ലെങ്കിൽ പോളി ക്രിസ്റ്റലൈൻ. അവിടെ പറഞ്ഞതുപോലെ ഞാൻ വാങ്ങിച്ച ലൂം സോളാർ എന്നുള്ള വെബ്സൈറ്റിൽ നിന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ജസ്റ്റ് പോയി നോക്കിയാൽ മതി. അതിൽ കംപ്ലീറ്റ്ലി എങ്ങനെ വാങ്ങിക്കണം എല്ലാ ഡീറ്റെയിൽസ് അതിലുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വന്നിട്ട് 180 കിലോവാട്ടിൻ്റെ മോണോ പെർക്ക് പാനൽസ് ആണ്. ഓരോ പാനലും നമുക്ക് 180 കിലോവാട്ട് വെച്ചിട്ടാണ് എൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് 9 ആംസോളം അതിന് പവർ ജനറേഷനുണ്ട്. 9 ആംപിയർ 12 വോൾട്ട് പാനൽസ്, എല്ലാം 12 വോൾട്ടാണ്. ഇത് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വന്നിട്ട് മോണോ ക്രിസ്റ്റലൈൻ ആണ്. മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ബ്ലാക്ക് കളർ ആയിരിക്കും. അതിന് എഫിഷ്യൻസി കൂടുതലായിരിക്കും, 90% മേളിൽ എഫിഷ്യൻസി ഉണ്ട്. പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ബ്ലൂ കളർ ആയിരിക്കും. ആ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ലോ എഫിഷ്യൻ്റ് ആണ്. അറൗണ്ട് 40% സംതിങ് എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ട് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഏതിലേക്ക് പോകണം, ഓൺ ഗ്രിഡിലേക്ക് പോകണോ, KCB ആയിട്ട് ടൈപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യണോ, അതോ ഓഫ് ഗ്രിഡ് ചെയ്യണോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരു 600-700 രൂപ ബില്ല് വരുന്ന ഒരാളുടെ വീട്ടിലേക്ക് നമുക്ക് ആക്ച്വലി ഓൺ ഗ്രിഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഓഫ് ഗ്രിഡ് സിസ്റ്റം മതി. ഓഫ് ഗ്രിഡ് നമ്പർ ഒരു സോളാർ സിസ്റ്റം, ഒരു പാനൽ, ഒരു ബാറ്ററി, ഒരു ഇൻവെർട്ടർ, ഒരു ചാർജ് കൺട്രോളർ, ഇത്തരം കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അതിൻ്റെ ബില്ല് വല്ലാതെ കുറയ്ക്കാം, വല്ലാതെ കുറയും. ഇപ്പോൾ നമ്മൾ ഓൺ ഗ്രിഡിലേക്ക് പോകുമ്പോൾ അതിന് കുറേ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട് ആക്ച്വലി. പക്ഷേ ഓഫ് ഗ്രിഡ് ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ബില്ല് കംപ്ലീറ്റ്ലി സീറോ ആക്കാം നമുക്ക്. കാരണം നമുക്ക് സ്ലാബ് മാറത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി സീറോ ആക്കാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സാധാരണക്കാരുടെ വീട്ടിലേക്കാണെങ്കിൽ ഓൺ ഗ്രിഡിലേക്ക് പോകേണ്ട, ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്താൽ മതി, ഇങ്ങനത്തെ സിസ്റ്റം. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഉള്ളത് ഒരു സാധാരണ ഒരു ഇൻവെർട്ടർ ആയിരുന്നു. ഒരു 1000 വാട്ട്സിൻ്റെ ഒരു ഇൻവെർട്ടർ, 1 kV ഇൻവെർട്ടർ ആയിരുന്നു. അതിൽ ഞാൻ ആക്ച്വലി സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇൻവെർട്ടർ നമ്മൾ വർക്ക് ചെയ്യുന്നത് AC-ലും പാനലിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് DC 12 വോൾട്ട് DC ആണ് വരുന്നത്. ഈ പാനൽസ് എല്ലാം 12 വോൾട്ടാണ്. അപ്പോൾ 12 വോൾട്ട് പാനൽസാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചാർജ് കൺട്രോളറാണ്. ആ ചാർജ് കൺട്രോൾ ആക്ച്വലി നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും. 2 ടൈപ്പ് ഉണ്ട് ചാർജ് കൺട്രോളേഴ്സ്. ഒന്ന് MPPT ടൈപ്പ് ഉണ്ട്, ഒന്ന് PWM ഉണ്ട്. അത് ഞാൻ 2 ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഡീറ്റെയിൽ വീഡിയോ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒരു ബേസിക് വീഡിയോ ആണ്. ആ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനൽ ഉടനെ വരുന്നതാണ്. MPPT ചാർജ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഹൈലി എഫിഷ്യൻറ്റ് കൺട്രോളേഴ്സ് ആണ്. നമുക്ക് 90% അതിൽ എഫിഷ്യൻസി ഉണ്ട്. പിന്നെയുള്ളത് PWM ആണ്. PWM എന്ന് പറയുമ്പോൾ നമുക്ക് എഫിഷ്യൻസി കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അതായത് അറൗണ്ട് ഒരു 50-60% എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ പാനൽസ് ഇങ്ങനെയാണ്, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ഡീറ്റെയിൽ വീഡിയോ താഴത്തെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ചെയ്ത് ഓഫ് ഗ്രിഡ് ആണ്, പക്ഷേ ഞാൻ ആക്ച്വലി ഓൺ ഗ്രിഡിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ KCB ടൈപ്പ് ചെയ്ത് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ചാനലിൽ ഉടനെ ഞാൻ വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീട്ടിലുള്ള ഇൻവെർട്ടർ. ഇത് ആക്ച്വലി ബേസിക് ഇൻവെർട്ടറാണ്, 1000 വാട്ട്സിൻ്റെ ഇൻവെർട്ടറാണ്, മൈക്രോടെക്കിൻ്റെ ആണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ബാറ്ററി വന്നിട്ട് C10 ബാറ്ററിയാണ്. അത് ഞാൻ ഇവിടെ ലോക്കലി വാങ്ങിച്ചതാണ്. നമുക്ക് സാധാരണ ബാറ്ററി ഉണ്ട്. സാധാരണ ബാറ്ററി C20 ആണ് വരുന്നത്. നമുക്ക് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് C10 ബാറ്ററിയാണ്. അതുപോലെ 150 AH കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ C10 മോഡൽ ഇല്ലാത്ത ആൾക്കാർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. C20 ആണെങ്കിലും അത് ആക്ച്വലി അത് വർക്കാവും, അതിനൊരു ഇഷ്യൂസ് വരത്തില്ല. ചെറിയ ലോസസ് ഉണ്ടെങ്കിലും നമുക്കത് കുഴപ്പമില്ല, വർക്കാവും. ഇപ്പോൾ ഓൾറെഡി വീട്ടിൽ ഇൻവെർട്ടർ ഇല്ലാത്ത ആൾക്കാർ ആക്ച്വലി ഇങ്ങനെ പോകണമെന്നില്ല. ഇനിയിപ്പോൾ പുതിയ ഇൻവെർട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി സോളാർ ഇൻവെർട്ടർ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആക്ച്വലി ചാർജ് കൺട്രോളർ എന്നുള്ള ഒരു എക്യുപ്മെൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് പാനൽസ് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വന്നിട്ട് പഴയ മോഡലാണ്. എനിക്ക് ആക്ച്വലി സാധാ ഇൻവെർട്ടർ ആയതുകൊണ്ട് അതിലേക്ക് നമുക്ക് പാനൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇൻവെർട്ടർ AC-ലും പാനലിൻ്റെ ഔട്ട്പുട്ട് DC-ലുമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ചാർജ് കൺട്രോളർ വേണം. ഇവിടെ ഉപയോഗിക്കുന്ന ചാർജ് കൺട്രോളർ വന്നിട്ട് MPPT ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്, PWM ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. MPPT വന്നിട്ട് സ്മാർട്ടൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. അത് നല്ലൊരു വേരിയൻ്റ് എനിക്ക് തോന്നി. ഞാൻ ഉപയോഗിക്കുന്നത് 30 ആംപിയറിൻ്റെ ഒരു സ്മാർട്ടൻ്റെ MPPT ചാർജ് കൺട്രോളറാണ്. അത് ആക്ച്വലി 24 വോൾട്ട് പാനലും 12 വോൾട്ട് പാനലും സപ്പോർട്ട് ചെയ്യും. MPPTക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് 12 വോൾട്ടും കണക്ട് ചെയ്യാം, 24 വോൾട്ടും കണക്ട് ചെയ്യാം.
അപ്പോൾ സാധാരണ PWM ആണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ഉണ്ടാകത്തില്ല. പിന്നെ PWM നമുക്ക് എഫിഷ്യൻസിയും കുറവായിരിക്കും. MPPT കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ ആക്ച്വലി ഞാൻ 2 array of panels ആണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തിൽ വന്നിട്ട് 3 പാനലും രണ്ടാമത്തേൽ 2 പാനലുമാണ്. അപ്പോൾ നമുക്ക് ഓരോ പാനലിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് നമുക്ക് 9 ആംപിയർ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്കൂട്ട് നോക്കുമ്പോൾ 27 ആംപിയർ ഒരു സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ 27 ആംപിയർ എന്ന് പറയുമ്പോൾ നമുക്ക് MPPTയിൽ 30 ആംപിയർ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റ് ഞാൻ വന്നിട്ട് MPPTയിലും ആ സെക്കൻഡ് 2 പാനലുള്ള അത് വന്നിട്ട് ഞാൻ ആക്ച്വലി PWM ചാർജ് കൺട്രോളറിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഞാൻ ഡീറ്റെയിൽ വീഡിയോ അതിൻ്റെ എങ്ങനെ വയറിങ് ചെയ്യണം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഉടനെ വരും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത സമയത്ത് കണ്ടാൽ മതി. അതിൽ A to Z ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന MPPT. ഞാൻ ഉപയോഗിക്കുന്നത് 12 വോൾട്ടിൻ്റെ ആണ്. അത് 500 വാട്ട്സിൻ്റെ മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് 30 ആംസ് മുതൽ 50 ആംസ് വരെ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് 30 ആംസിൻ്റെ ആണ്. ഇപ്പോൾ ഇതിൽ 500 വാട്ട്സ് പാനൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ വന്നിട്ട് ഞാൻ രണ്ടാമത്തെ array of പാനൽ ഞാൻ ഉപയോഗിക്കുന്നത് amiciSmartൻ്റെ ഒരു സാധാരണ ഒരു PWM ചാർജ് കൺട്രോളറാണ്. ഇത് വന്നിട്ട് ലോ എഫിഷ്യൻ്റ് ആണ്. പക്ഷേ നമുക്ക് 60 ആംപിയറോളം നമുക്ക് പാനൽസ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും ബൈയിങ് ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അതിൽ പോയി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. എല്ലാം ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ആർക്കും ചെയ്യാം. അതിൽ ഹൈടെക് ടെക്നോളജി ഒന്നും വേണ്ട. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ ഉടനെ വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ.